ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ജിത്തൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഇപ്പം വീട്ടിലോട്ട് വന്നു കുറേ നേരമായി. എന്നിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം ഞങ്ങളൊരു കടയിലൊക്കെ പോയി സിപ്പൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വരാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ കടയിലോട്ട് പോയി. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇവന് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഒരു വർഷം കൊണ്ട് എന്നോട് പറയുക, ചേച്ചി എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തരാമോ, ഞാൻ അതിനെ നോക്കിക്കോളാം, എനിക്ക് ഇവർ ഒത്തിരി ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് ഇവിടെ ഇന്നിരിക്കുകയാണ്, നല്ല കാറ്റ്. അപ്പം ജിത്തു പറഞ്ഞു നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് ബ്ലോഗൊക്കെ എടുത്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ ഇരിക്കും. അപ്പം നടന്നു വന്നിട്ട് ഒരു കിതപ്പ് എൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു, ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ, എനിക്ക് സമയമില്ലായിരുന്നു. ഞാൻ കിട്ടപ്പോൾ തന്നെ ഒരു സബ്സ്ക്രൈബർ. ഓക്കെ, ഒരു ഡാൻസിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് തകർത്തൊരു ഡാൻസാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അവർ ലാസ്റ്റ് കുറച്ച് ഇതെനിക്ക് അതവിടെ സ്റ്റെപ്പായിരുന്നു, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഡാൻസാണ്. എൻ്റെ ഒരു ഇതിൽ അഭിപ്രായത്തിൽ എല്ലാവർക്കും ഞങ്ങളെ നല്ലൊരു ഡാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ഒരു സബ്സ്ക്രൈബ് കിട്ടി. അപ്പം ജിത്തുൻ്റെ മുഖത്തിൽ ഒരു സബ്സ്ക്രൈബ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണെന്ന് കരുതിയത്. നിങ്ങൾ ഇവനെ നല്ല സപ്പോർട്ട് ചെയ്യും. ഇവനെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു പാർട്ട്, ഇവൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ട്, ലൈഫിൻ്റെ ഒരു പാർട്ടാണ് ആനിമൽസ്. ഇവന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു എന്താ പറയുക ആളാണ് ആനിമൽ. ഇവന് ഒത്തിരി മൃഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവന് പുകഴ്ത്തി പറയുമൊന്നുമല്ല. ഇവന് മീൻ, അവരാകുമ്പോൾ മുയൽ, കോഴി ഇതെല്ലാം നോക്കുന്ന അവനാണ്. പട്ടി എവിടെന്നെങ്കിലും നമ്മൾ ചിലരുണ്ട് ഈ വഴിയോരങ്ങളിൽ കുഞ്ഞിപ്പട്ടികളെ കൊണ്ട് കളയും. അവൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് 2 പട്ടികൾ ഇപ്പോൾ അവൻ്റെ വീട്ടിലാണ്. അങ്ങനെ ഒരുപാട് പട്ടികൾ കൊണ്ട് അതിന് വേറൊരു ജീവിതം കണ്ടെത്തി കൊടുത്തിട്ടുണ്ട് ഈ ജിത്തു. എനിക്ക് അതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. എൻ്റെ വീട്ടിൽ കുറേ നാൾ അവൻ ജീവിച്ചിട്ടുണ്ട്, നിന്നിട്ടുമുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ കുറേ എൻ്റെ അനിയത്തിയാന്ന് പറഞ്ഞാലും അവളിവിടെ ഇല്ല. അതായത് ഈ ഗ്ലോബിൽ അവളും വന്നേനെ. അവൾ സ്കൂളിൽ പോയേക്കുവാണ്. എനിക്ക് എക്സാം ആയതുകൊണ്ട് എനിക്ക് പോവേണ്ട. എക്സാമാണ് ഞങ്ങൾക്കിപ്പോൾ നടന്നെടുക്കുക. അതുകൊണ്ട് എനിക്ക് ഇന്ന് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് എനിക്ക് പോവേണ്ട. അപ്പോൾ എന്നോട് ഒരു വർഷം കൊണ്ട് ഇവൻ പറയുക, ചേച്ചി എനിക്കൊരു യൂട്യൂബ് ചാനൽ എടുത്ത് താ ചേച്ചി. ഇന്ന് അവൻ വന്നിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് യൂട്യൂബ് ചാനൽ വേണം, എടുത്ത് തരണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ. അപ്പോൾ ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പക്ഷേ ഇതുപോലൊരു ഗ്ലോബൊന്നുമല്ല. എനിക്കൊരിപ്പോൾ ഒരു അനിയനായി. അപ്പോൾ അവൻ്റെ കുറേ വീഡിയോസൊക്കെ ഇടാൻ ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടി ഇട്ടതേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒത്തിരി ആനിമൽസ് ഉണ്ട്, അവരെക്കുറിച്ചൊക്കെ ഒന്ന് കാണിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ കണ്ട് ഇവിടുന്ന് എഴുന്നിട്ട് പറഞ്ഞാൽ കുറേ കാട് നല്ല എൻ്റെ വീടിൻ്റെ അവിടെയാണ് ഭയങ്കര കാറ്റാണ് ഇവിടെ. അപ്പം ഞങ്ങൾ പോകാനെ കൊണ്ട് പോകണം. ഇവിടെ ഒരുപാട് വേണ്ട, നമുക്ക് പുറകിൽ കാണുമ്പോൾ തന്നെ അറിയാം. മരവും മൊത്തം തോട്ടങ്ങളാണ്, കണ്ടോ. അപ്പം നമ്മുടെ ജിത്തുക്കുട്ടൻ ഞങ്ങളിവിടെ കടയിൽ പോവാണേ. അപ്പം കടയിലോട്ട് നമുക്ക് ഗ്ലോബ് കൊണ്ടുപോകാൻ നല്ല വീഡിയോ എടുക്കാം എന്ന് കരുതിയ ഒത്തിരി പാടാം. അപ്പോൾ ജിത്തുക്കുട്ട പോയി 2 സിപ്പ് വാങ്ങിച്ചിട്ടുണ്ടോ ജിത്തുക്കുട്ട. അപ്പം ജിത്തു കൊണ്ട് ഓടിപ്പോവാണേ. ജിത്തു ഓടിപ്പോവാൻ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അവന് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അവൻ്റെ ലൈഫിൽ എന്താ എനിക്ക് പറയുന്ന തരത്തിൽ അതിനൊരു കാരണമായി. നിങ്ങളെല്ലാവരും അവന് സപ്പോർട്ട് ചെയ്യണം. ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും അവന് കൊടുക്കരുത്. അവന് ഭയങ്കര ആഗ്രഹമുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. എല്ലാത്തിലും അതിൽ നെഗറ്റീവ് കമൻറ്റ് കൊടുക്കുന്ന ഒരുപാട് പേര് കാണും. ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്, അവന് നല്ലൊരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കണം. അപ്പം അവൻ സിപ്പം മനുഷ്യൻ്റെ വരുന്നുണ്ട്. അപ്പം ജിത്തുക്കൊണ്ടുന്നുണ്ട് സിപ്പൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടേ. ഇപ്പം ഞങ്ങളുടെ കടയിൽ സിപ്പൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്ട് അവർക്കും കുറേ കാശ് കിട്ടും. ചൂടാണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വേണ്ട ഞങ്ങൾ അല്ല ജിത്തുക്കുട്ട, എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ ജിത്തുക്കുട്ട? നല്ല സന്തോഷമായിട്ടുണ്ട് ഇപ്പോൾ കാരണം ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ തുടങ്ങുന്നത്. എൻ്റെ ലൈഫിൽ ആകെയുള്ളൊരു പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ വളർത്തുക അങ്ങനത്തെയൊക്കെയാണ്. ഞാൻ ഈ ചേച്ചിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് 2 ഗപ്പീനെയൊക്കെ തരാമെന്ന്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. നമുക്ക് 4 ബക്കറ്റ് ചൂടുള്ളത് പ്ലാസ്റ്റിക്കിലായിട്ടുള്ളതൊന്നും അല്ല. നമുക്ക് അക്വേറിയം ഉണ്ടായിരുന്നു, അതെല്ലാം ഗപ്പിയ. പിന്നെ ഞങ്ങളുടെ അച്ഛൻ എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി ഇവൻ്റെ കൂട്ട് തന്നെയാണ്. നല്ല മൃഗപരിപാലനം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ അനിയത്തിയും. അപ്പം ഇപ്പം ഇവന് ഗ്ലോബൊന്നും എടുത്താൽ ഇവന് ഈ ഒരു ചാനൽ കൊണ്ട് അവൻ്റെ വീട്ടിൽ വളർത്തുന്ന ഓരോ മൃഗങ്ങളുടെയും കഥകൾ പറയാനാണ്. അവനിപ്പോൾ ഒരു മുയൽ, അതുകൊണ്ട് മുയൽ പ്രസവിച്ച് 2 കുഞ്ഞുങ്ങൾ, അതൊക്കെ അവന് വീഡിയോ ഉണ്ടെന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ മോനെ എന്നാ നിനക്ക് ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പം അവൻ ആദ്യം തന്നെ അവൻ്റെ ചേച്ചിയുടെ ഒരു ഡാൻസ് പാട്ട് വീഡിയോ അതിലിടണമെന്നാണ്. ഞാനപ്പോൾ അത്ഭുതപ്പിച്ചു. ഞാൻ ഒരു അനിയനെ അവർ അമ്മ പറഞ്ഞു അവൻ്റെ വീഡിയോ എടുക്കാൻ ഈ ഫോൺ ഞാൻ കൊടുത്തേക്കുക.
അവൻ്റെ സ്വന്തം ചാനലാണ്, യൂട്യൂബ് ചാനലാണ് ഇത്, അവന് ഇഷ്ടമുള്ളത് ചെയ്യാണ്. അപ്പോൾ ആ അമ്മയുടെ സപ്പോർട്ട് എല്ലാം കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ ഇവൻ ആദ്യം പറഞ്ഞ എൻ്റെ വീഡിയോ അല്ലേ, ഞാൻ പറഞ്ഞാൽ നിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിടട്ടെ, അപ്പോൾ വേണ്ട എൻ്റെ ചേച്ചിയുടെ ഒരു ഡാൻസ് വീഡിയോ എടുത്തിട്ടാൽ മതി എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു സിംഗിൾ ഡാൻസ് ഉണ്ട്, വേണ്ട ഗ്രൂപ്പ്. അപ്പം സിംഗിൾ ഡാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ട, എൻ്റെ വീഡിയോ അങ്ങനെ അതിനകത്തില്ല, ഗ്രൂപ്പായിട്ടുള്ളത് ഞങ്ങളുടെ സ്കൂളിൽ ഇളക്കി മറിച്ച് അവൻ്റെ അനിയത്തി അവൻ്റെ ചേച്ചി നിന്ന ഫുള്ള് അവളാണ് അതിലൊരു താരം എന്ന് പറയുന്ന ഒരു വീഡിയോ അവൾ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ചേച്ചിയെ തുടങ്ങിയാണ് അവനത്. അത്രയ്ക്ക് സ്നേഹമാണ് അവൻ്റെ ചേച്ചിയോട്. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ വീടെത്താറായി, എൻ്റെ വീടൊക്കെ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീട്ടിലോട്ട് കാണുമ്പോൾ ഞങ്ങൾ കുറച്ച് നടക്കാൻ പോവാണ് കേട്ടോ, നടന്ന് കുറച്ചും കൂടെ നടക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ ഈ വീഡിയോ എടുത്ത് ഞങ്ങൾ ഇനി അവൻ എന്നും ഓരോ വീഡിയോകൾ നിങ്ങളുടെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ഇടുന്നതായിരിക്കും. പറഞ്ഞാൽ അവധിക്കാലം വരാൻ വന്ന് ഒത്തിരി അനിമൽസിൻ്റെ കഥ അവന് പറയാനുണ്ട്. അപ്പം ഞങ്ങളുണ്ട് ഈ റോഡിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഈ ഈ ഈ ഈ വഴി വേണം എൻ്റെ വീട്ടിലോട്ട് പോകാൻ. ഞാൻ വീട് കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഞങ്ങൾ അതിൻ്റെ ഭയങ്കര ആഗ്രഹം ഈ തണുപ്പത്തിരിക്കണമെന്ന്. അവിടെ മൊത്തം വലിയൊരു മരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പിപ്പോൾ ഞങ്ങളുണ്ട്, നല്ല കാറ്റുണ്ട്. ഇത് ഭയങ്കര സന്തോഷമില്ല കേട്ടോ. അതാണ് സിപ്പ് കുടിക്കുകയാണേ. സിപ്പ് കുടിച്ചിട്ട് ഗൈസ് ഇപ്പം തന്നെ ഞങ്ങൾ ഒരു തോട്ടിൽ പോകുന്ന മീൻ പിടിക്കുന്നതൊക്കെ വീഡിയോ ഉണ്ട്, നിങ്ങളത് കണ്ടിട്ടും കൂടെ പോകണം. അതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കണ്ടാൽ മതി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഞങ്ങൾ ഇവന് 10 വയസ്സായതേ ഉള്ളൂ. ഇവൻ ഒത്തിരി പേര് 28 വയസ്സ് വരെയുള്ള, എനിക്ക് തോന്നുന്നു അത്രയും വയസ്സ് കാണും, 28 വയസ്സുള്ളത് തൊട്ട് അല്ല 24 തോട്ടിൽ പോകുന്നു, മീൻ പിടിക്കുന്നു, അതൊക്കെ ഉണ്ടല്ലോ. അതുപോലത്തുള്ള വീഡിയോ ഒന്നും ഇവന് ചെയ്യാൻ കഴിയില്ല. ഇവന് വെറും 10 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സേ ഉള്ളൂ. അതുപോലത്തെ വീഡിയോ ഒന്നും എൻ്റെ ചിത്തുക്കൂട്ടിന് ചേരായിട്ടില്ല. അപ്പം ഇവൻ്റെ അടുത്തുള്ള എന്ന് പറഞ്ഞാൽ അവധിക്കാലം വരുന്നു. ഇവന് അപ്പുറത്തെ ഒരു വീട്ടിൽ അവിടെയൊക്കെ തോടും ഈ തോടും കണ്ടും എല്ലാം ഉണ്ട്. ഞാൻ കണ്ടെത്തിയെന്ന് കുറേ മീനൊക്കെ പിടിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചു തരും. അവധിക്കാലം ആവട്ടെ, പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂട്ടുകാരൊക്കെ എൻ്റെ കാണാൻ പറ്റും, ചേച്ചിയുടെ കൂട്ടുകാരൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പറയുമ്പോൾ ഇത് തുടങ്ങാൻ ഞാനാ കാരണക്കാരി എന്ന് ഒരു ഇതും വേണ്ട. അവന് ഞാനല്ലെങ്കിൽ വേറൊരാൾ അവൻ കണ്ടെത്തി അത് ചെയ്യും. ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോയി വീട്ടിലെ തോടിലോട്ടൊക്കെ പോകുന്ന ഗ്ലോബ് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ.